പാതിരാമണലിൽ 3 യുവാക്കൾ മരിച്ച നിലയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നതിനിടയിൽ അതിവിദഗ്ധമായി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വല്ലാർപുരം റെയിൽവേ സ്റ്റേഷനിൽ 12ഓളം പേരെ അഗ്നിക്കിരയാക്കിയ സ്ഫോടനത്തിലെ മുഖ്യപ്രതികളായ മുഹമ്മദ് സെബാസ്റ്റ്യൻ, ശിവ എന്നിവരുടെ മൃതദേഹങ്ങൾ പാതിരാമണൽ ദ്വീപിൽ നിന്നും പോലീസ് കണ്ടെത്തി. ദുഷ്ടതയെ ചെറുക്കാൻ മനുഷ്യൻ്റെ മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കുരുക്ഷേത്രത്തിൻ്റെ വഴി, 2 ഗാഗുൽത്തായുടെ വഴി. കുരുക്ഷേത്രത്തിൽ തോറ്റവനിൽ മാത്രമല്ല, ജയിച്ചവനിലും ആത്മശക്തി അവശേഷിച്ചിരുന്നില്ല. ഗാഗുൽത്തായിൽ തോറ്റവൻ ജയിച്ചു, അതിജീവിച്ചു. ജയിച്ചവനും നിലനിന്നു. വാളെടുത്തവൻ വാളാൽ എന്ന പ്രപഞ്ചസത്യം അറിഞ്ഞിട്ടും ഇന്നും ചില പ്രകൃതി നിയമങ്ങൾ മനുഷ്യനെ കുരുക്ഷേത്രത്തിലെത്തിക്കുന്നു. ഇവിടെ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഞങ്ങളിലൂടെ ഒരു ധർമ്മയുദ്ധം. ഞങ്ങളുടെ ആ ചെറിയ യുദ്ധത്തിൻ്റെ കുരുക്ഷേത്ര ഭൂമി അതാണ്. അക്ബർ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോകും.
ഒരു സംശയഭാവം? ഞങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്നല്ലേ? ഒരുപാട് നാളത്തെ പ്രയത്നമുണ്ട്. കിട്ടിയ ജോലിയിൽ ജോയിൻ ചെയ്യാൻ ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറാൻ വന്ന ഞങ്ങൾ 3 പേർ. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊന്നുതള്ളാൻ സ്ഫോടക വസ്തുക്കളുമായി റെയിൽവേ സ്റ്റേഷനിൽ വന്ന ജിഹാദികളായ നിങ്ങൾ 3 പേർ. എന്തോ വിവരം കിട്ടിയ അനുസരിച്ച് അവിടെ എത്തിയ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എക്സ്പ്ലോസീവ്സ് നിറച്ചിരുന്ന നിങ്ങളുടെ ബാഗുകൾ അല്പം നേരത്തേക്ക് സൂക്ഷിച്ചോളാൻ പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കടന്നു. പോലീസ് ചെക്കിങ്ങിൽ ഞങ്ങൾ പിടിക്കപ്പെട്ടു. അതേസമയം സ്റ്റേഷനിൽ മറ്റൊരു സ്ഥലത്ത് ബോംബ് പൊട്ടി. കുറെ നിരപരാധികൾ മരിച്ചു. പള്ളിയിലച്ഛനായ ഒരു നല്ല മനുഷ്യന്റെ കാരുണ്യത്തിൽ ആരെയും ദ്രോഹിക്കാതെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം പഠിച്ചു വളർന്ന ഈ 3 അനാഥർ ഈ ഭാരത ജനതയ്ക്ക് മുമ്പിൽ രാജ്യദ്രോഹികളായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി. மன்னிக்கணும், எல்லாத்துக்கும் சாரி. 2 நாளுக்குள்ள பணம், ஆயுதங்கள் எல்லாமே வந்து சேரும். நீங்க 3 பேரும் எங்க கூட கோஆபரேட் பண்ணினா உங்களுக்கு நாங்க ப்ரொடெக்ஷன் தரலாம். என்ன சொல்ற? ப்ரொடெக்ஷன் நீங்க எங்களுக்கு போலீஸ்ல மாட்டிக்கொண்டு கன்ஃபார்ம் ஆன பிறகு எங்களுக்கு துரோகம் பண்ணியாக்கிறதுக்கு அப்புறம் நீங்களா ப்ரொடெக்ஷன் தரது? നീയൊക്കെ എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ കൊന്നൊടുക്കണത്? നീയും ഒരു മുസൽമാനല്ലേ? ഒരേ ഒരു ദൈവമായ അള്ളാഹയുടെ മക്കളായ നമുക്കുള്ളതാണ് ഈ ഭൂമി. അത് നേടിയെടുക്കാൻ നിയോഗിച്ച അള്ളാഹ് എല്ലാടാ നിന്നെയൊക്കെ നിയോഗിച്ചത്. ഈശ്വരൻ എന്ന യഥാർത്ഥ സത്യത്തെ അള്ളാഹ് എന്ന് മാത്രം പേര് വിളിക്കണമെന്ന് ശഠിക്കുന്ന വിട്ടികളായ നികൃഷ്ട ജന്മങ്ങളാടാ നിന്നെയൊക്കെ നിയോഗിച്ചത്. പിന്നെ ഞാനൊരു മുസൽമാനല്ലേന്ന്? എന്റെ മതം മാത്രമാണ് സത്യം, അല്ലാഹ് മാത്രമാണ് ദൈവം എന്ന് പറയുന്ന നിന്നെ പോലെ ഒരാൾക്ക് മുസൽമാൻ എന്ന് പേര് പറയാനും इस भारत देश की धरती पे ऐसे ऐसे पैर खड़ा करके बात करने का कोई हैसियत ही नहीं है. നിങ്ങൾ തെറ്റായ മതവികാരമുണർത്തി പണവും കൊടുത്ത് പ്രലോഭിപ്പിച്ച പോലീസുകാരിൽ ഒരാൾ അക്ബർ. അയാൾ തെറ്റു മനസ്സിലാക്കി. ഹൃദ്രോഗിയെ മരണക്കിടക്കിൽ കിടന്ന തന്റെ മകന്റെ നെഞ്ചിൽ ഒരു ഹിന്ദുവിന്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അദ്ദേഹമാണ് നിങ്ങളെക്കുറിച്ചുള്ള വിവരം നൽകിയതും മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഞങ്ങളെ രക്ഷപ്പെടാൻ സഹായിച്ചതും. हम तुझे मारेगा, हम तुझे मारेगा, तुझे मारेगा. उसके पहले हम तुम तीनों को मारेगा. अल्लाह कसम. क्या करेगा? हाँ साला हिंदू என்னடா பெரிய பிஸ்தாவை நினைச்சிருக்கா? നീയൊക്കെ എന്ത് ചെയ്യാനാടാ? टाइम कम और काम ज्यादा.
നാടിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന്റെ തിരച്ചിലിൽ ഉരുത്തിരിയുന്നത്. ഫാദർ സാമുലായി അവരെഴുതിയ മരണക്കുറിപ്പിൽ നിന്നും വിശദ വിവരങ്ങൾ ലഭിച്ചു. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതോടൊപ്പം പല സ്ഥലങ്ങളിലായി ഇനിയും സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുന്നവരിലെ മുഖ്യ കണ്ണികളായ വല്ലാർപുരം സ്ഫോടന കേസിലെ യഥാർത്ഥ പ്രതികളായ യാസിർ, ഫൈസി, നാസർ എന്നിവരെ വധിച്ചതിനു ശേഷമാണ് അവർ സ്വയം മരണത്തിന് കീഴടങ്ങിയത്. ഇവിടെ നിന്നും കണ്ടെത്തിയ ഒരു ലാപ്ടോപ്പിൽ നിന്നും സ്ഫോടനങ്ങളുടെ പിന്നിൽ മുഖ്യ ചരടുവലികൾ നടത്തുന്ന തീവ്രവാദി ഗ്രൂപ്പ് അംഗങ്ങളുടെ രൂപരേഖാ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പ്രതിപാദിക്കുന്ന നമ്മുടെ നിയമസംഹിത ഈ 3 ചെറുപ്പക്കാർക്ക് മുന്നിൽ ശിരസ് നമിക്കുകയാണ്. ഒപ്പം ഈ ഭാരതദേശവും. I am proud of you, my sons.